എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ സ്വരാക്ഷരങ്ങളെ കുറിച്ച് നേരത്തെയുള്ള ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ സ്വരാക്ഷരങ്ങൾ നാം എഴുതി പഠിക്കാം. എങ്ങനെയാണ് അത് എഴുതുന്നതെന്നും സ്വരാക്ഷരങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്നും അത് എഴുതേണ്ട രീതി എങ്ങനെയാണെന്നും ബോർഡിലെഴുതി കാണിക്കാം. അതിനു മുമ്പായി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ഈ പറയുന്നത് 10 വയസ്സ് വരെയുള്ള കുട്ടികളെ എൻ്റെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. ഇത് അതിന് മുകളിലോട്ടുള്ളവർക്കും ഇത് കാണുകയും പഠിക്കുകയും ചെയ്യും. എങ്കിലും പ്രധാനമായും 10 വയസ്സ് വരെയുള്ള കുട്ടികൾ അക്ഷരം മുതൽ അത് എങ്ങനെ എഴുതണം, എങ്ങനെ ഉച്ചരിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ അക്ഷരങ്ങൾ എഴുതാൻ തുടങ്ങുന്നത്. അ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഒ, ഓ, ഔ, അ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഔ വരെ മാത്രമേ സ്വരാക്ഷരങ്ങളുള്ളൂ. ആയ അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പെടുത്തുന്നില്ല. കാരണം അനുസ്വാരം, ആ വിസർഗം. അ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഒ, ഓ, ഔ, അ. ഇതിൽ ഔ വരെ മാത്രമേ അക്ഷരങ്ങളായിട്ടുള്ളൂ, സ്വരാക്ഷരങ്ങൾ. ആ ഇവയെ നമ്മൾ അക്ഷരങ്ങളായി കണക്കാക്കുന്നില്ല. കാരണം എന്നുള്ളത് അനുസ്വാരം, ആ എന്നുള്ളത് വിസർഗം. ഈ രണ്ടക്ഷരത്തിൻ്റെ സ്ഥാനത്ത് ഏതക്ഷരങ്ങൾ വെച്ചാലും അത് ആ എന്നുള്ളത് തം താ ആവാം, പം പാ ആവാം. ഇങ്ങനെ അ എന്നുള്ള അനുസ്വാരം വിസർഗമാണ് ഈ രണ്ടക്ഷരം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വരാക്ഷരങ്ങൾ ഔ വരെയേ ഉള്ളൂ. സ്വരാക്ഷരങ്ങൾ 13 എണ്ണം. ഇപ്പോൾ എഴുതി കഴിഞ്ഞ അക്ഷരങ്ങളും നിങ്ങൾ കണ്ടല്ലോ. ഇനി അത് എഴുതി പഠിക്കാൻ ശീലിക്കുക. ഒരു ദിവസം 10 മിനിറ്റെങ്കിലും എടുത്ത് ഈ അക്ഷരങ്ങൾ എഴുതുക. ഓർമ്മിക്കുക, മലയാളത്തിൽ 50 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ എഴുതിയും ചൊല്ലിയും പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.